പ്രിയമുള്ളവരെ, ഇന്ത്യക്ക് ആദ്യത്തെ ഓസ്കാർ തിളക്കം സമ്മാനിച്ച സ്ലംഡോഗ് മില്യനെയർ എന്ന നല്ല സിനിമയെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ആ ഓസ്കാറിന് ഒരു മലയാളി തിളക്കം നൽകിയ AR റഹ്മാൻ, റസൂൽ പൂക്കുറ്റി എന്നീ അതുല്യ പ്രതിഭകളെ സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു IT Cat Millionaire. Sit back and enjoy. Let me welcome on stage the Bill Gates of South India, the bold and beautiful Perki Gopalan. കൊച്ചിയിലെ ഗാർബേജ് ബില്ലിൽ നിന്നും എച്ചിലും കുപ്പിച്ചിലും പിന്നെ മറ്റു പലതും പെറുക്കി ഇന്ന് നിപ്ര അഥവാ നിങ്ങൾ എന്നെ പ്രാന്തനാക്കി എന്ന മൾട്ടിനാഷണൽ IT കമ്പനിയുടെ CEO ആയി വരെ വളർന്ന പെറുക്കിയുടെ ചരിത്രം ഒരു ഫെയറി ടൈൽ പോലെ അൺബിലീവബിൾ ആണ്. Let me welcome once again the gift of God to information technology. ഇൻഫർമേഷൻ ടെക്നോളജിക്ക് ദൈവത്തിന്റെ വരദാനം പെറുക്കി ഗോപാലൻ. Perki Gopalan. Gopalan. Elias. Very. ഇത് സ്റ്റൈൽ പഴയതുപോലെ ഷേവിംഗ് കട്ടി മാത്രമേ സാഗരത മിത്രത്തെ Okay, Mr. Perki, please be seated. ദയവായി ഇരിക്കൂ. Are you comfortable? Comfortable ആണോ? പെർക്കി ചേട്ടാ, നിങ്ങളുടെ വെറുക്കലും കാലുവാരലും പിന്നെ ഞാനും എന്ന ബയോഗ്രഫി വായിച്ച് ഞാൻ ഒത്തിരി കരഞ്ഞു കേട്ടോ. എനിക്ക് ഒത്തിരി ടീയേഴ്സ് വന്നു പോയി. ഓക്കെ, പെർക്കി ചേട്ടന് ഇപ്പോൾ എന്ത് തോന്നുന്നു? How you feel? കണ്ണിയാസ്, പെർക്കി ചേട്ടൻ ഭയങ്കര തമാശക്കാരനാണല്ലോ. കണ്ടാ പറയില്ല കേട്ടോ. ഓക്കെ, ശരി, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. Are you ready? ചേട്ടൻ റെഡിയാണോ? ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് പറഞ്ഞ മഹത് വ്യക്തി ആരായിരുന്നു? ചോദ്യം ഒരിക്കൽ കൂടി. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് പറഞ്ഞ മഹത് വ്യക്തി ആരായിരുന്നു? എ. കുതിരവട്ടം പപ്പു, ബി. മനേഷ് പണിക്കർ, സി. ജിഷ്ണുറാം നായർ, ഡി. മഹാത്മാഗാന്ധി. പെർക്കി ചേട്ടാ, your time starts now. എന്താ ആലോചിക്കുന്നത്? എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. അയ്യോ, പെർക്കി ചേട്ടന് എന്തൊക്കെയോ ഓർമ്മകൾ വരികയാണ്. പെർക്കി ചേട്ടന് ഓർമ്മകളായി നടക്കട്ടെ ഒരു ഫ്ലാഷ് ബാക്ക്. വർഷങ്ങളൊത്തിരി മുൻപ് പെരുക്കി ഗോപാലൻ വള്ളിനിക്കറുമോട്ട് വളയും ഓടിച്ചു നടക്കുന്ന കഥയില്ലായ്മയുടെ ബാല്യകാലം. മൂക്കളെ ഒളിപ്പിച്ചു നടന്നിരുന്ന ആ ബാല്യത്തിന്റെ കൈക്കുന്ന ഓർമ്മകളിലേക്ക് എന്നും വൈകിട്ട് ഒക്കത്തൊരു ചാരായ കുപ്പിയുമായി വേച്ച് കടന്നു വന്നിരുന്ന പെരുക്കിച്ചേട്ടന്റെ ഡാഡി. അങ്ങനെ മിഥുന മഴ കരഞ്ഞു നിന്ന ഒരു ഏകാന്ത സന്ധ്യയിലേക്ക്
എന്റെ കാലെ കൊണ്ട് എന്റെ കാലിൽ മുണ്ടുണ്ടായി. I swear on the മുണ്ട്. The answer is D. മഹാത്മാ ഗാന്ധി. എന്നാലും ഞൊണ്ട് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. Oh, really? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. Okay. Are you sure it's not B. മനേഷ് പണിക്കർ? പണിക്കരങ്ങാടിങ്ങനെ പറഞ്ഞിട്ടുണ്ടാവൂലേ? ഉണ്ടോ? ഇല്ല, I go with D. മഹാത്മാ ഗാന്ധി. അപ്പൊ ഉത്തരം ലോക്ക് ചെയ്യാമോ? ധൈര്യമായി ലോക്ക് ചെയ്തോളൂ. ഓക്കെ. കമ്പ്യൂട്ടർ ക്ലിയോട് ചോദിക്കട്ടെ. ചോദിച്ചോളൂ. കമ്പ്യൂട്ടർ ക്ലി പെറുക്കി പറഞ്ഞിരിക്കുന്ന ഉത്തരം D. മഹാത്മാ ഗാന്ധി. പെറുക്കി പറഞ്ഞ ഉത്തരം ഓക്കെ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാമോ? ധൈര്യമായി കിടന്നോളൂ. അതിനു മുമ്പ് ഒരു പേഴ്സണൽ കാര്യം ചോദിച്ചോട്ടെ. ചോദിച്ചോളൂ. അതിനെന്താ? പെറുക്കി ചേട്ടൻ പ്രണയിച്ചിട്ടുണ്ടോ? പ്രണയിച്ചിട്ടുണ്ടോന്നോ? ഞാൻ 3ാം ക്ലാസ്സിൽ മുതൽ പ്രണയിക്കാൻ തുടങ്ങിയതാ. പക്ഷെ ഇതുവരെ ഒന്നും നമുക്ക് ശരിയായില്ല. Could you be interested? Oh, that's okay, no problem. പിന്നെ പെറുക്കി ചേട്ടാ, ഈ പ്രണയത്തെ കുറിച്ച് കേൾക്കുമ്പോ പെറുക്കി ചേട്ടന് എന്താ ആദ്യം ഓർമ്മ വരുന്നേ? ലേഡീസ് പൂക്കൾ. ഭയങ്കര. ഓക്കെ പെറുക്കി ചേട്ടാ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: പ്രണയത്തിന്റെ നിത്യഹരിത സ്മാരകം ദ എവർഗ്രീൻ മോണുമെന്റ് ഓഫ് ലവ് താജ്മഹൽ പണി കഴിപ്പിച്ചത് ആരാണ്? ചോദ്യം ഇതാണ്: പ്രണയത്തിന്റെ നിത്യഹരിത സ്മാരകം ദ എവർഗ്രീൻ മോണുമെന്റ് ഓഫ് ലവ് താജ്മഹൽ പണി കഴിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻസ്: എ ഷാജഹാൻ, ബി കുഞ്ഞാളൻ, സി സൽമാൻ ഖാൻ, ഡി മലബാർ സിമന്റ്. ചേട്ടാ, യുവർ ടൈം ഇപ്പൊ തുടങ്ങുകയാണ്. പിന്നെ ആലോചന തുടങ്ങി. പണ്ടൊരു സംഭവം ഉണ്ടായത് ഇങ്ങനെ ഓർമ്മ വരുന്നു.